ആർ വി ബാബു, ഈ ജനം ടി വി പരമ്പര മാഫിയ വാഴും ദേവസ്വത്തിന്റെ ഭാഗമായി ഇന്ന് ഞങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയം ഈ ഭൂമി അന്യാധീനപ്പെട്ടു എന്നത് നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അങ്ങേ ഉൾപ്പെടെ ആ ചർച്ചകളുടെ ഭാഗമായിട്ടുണ്ട്. പക്ഷേ ഇതിൽ രസകരമായൊരു സംഭവം, വർഷങ്ങൾക്ക് മുൻപ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു സ്പെഷ്യൽ തഹസീൽദാരെയൊക്കെ നിയമിച്ചിരുന്നുവല്ലോ ഭൂമി തിരികെ പിടിക്കാൻ ഒരു ആദ്യ സ്റ്റെപ്പ് എന്ന നിലയിൽ. പക്ഷേ അതിനുശേഷം ഒരു നടപടിയും ഈ ഭൂമി തിരികെ പിടിക്കുന്നതിന് വേണ്ടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അങ്ങ് എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? കഴിഞ്ഞ 75 വർഷം കൊണ്ട് ഇപ്പൊ ദേവസ്വം ബോർഡ് 75 വർഷം ആഘോഷിക്കുകയാണ്. ദേവസ്വം ബോർഡ് രൂപീകരിച്ചതിന്റെ വജ്ര ജൂബിലി ആഘോഷം നടക്കുകയാണ്. ദേവസ്വം ബോർഡ് രൂപീകരിക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും രാജാക്കന്മാര് കേന്ദ്ര സർക്കാരുമായിട്ടുണ്ടാക്കിയ ഉടമ്പടി അനുസരിച്ച് ഈ ക്ഷേത്രങ്ങൾ കൈമാറുന്ന സമയത്തുണ്ടായിരുന്ന ഭൂമിയുടെ സ്ഥിതിവിവര കണക്ക്, ആ സ്ഥിതി എന്തായിരുന്നു, അതിന്റെ മൊത്തം എത്ര ഭൂമി ഉണ്ടായിരുന്നു, സ്ഥാവര ജംഗമ സ്വത്തുക്കളുടെ ആസ്തി വിവരങ്ങൾ യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡിന്റെ കയ്യിൽ കാണേണ്ടതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ദേവസ്വം ബോർഡിന്റെ കയ്യിൽ അങ്ങനെ യാതൊരു രേഖയുമില്ല. ഇപ്പൊ നമ്മൾ നോക്കുമ്പോ 75 വർഷങ്ങൾക്ക് ശേഷം ഈ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാനും ക്ഷേത്രങ്ങളെ നവീകരിക്കാനും ഒക്കെ ചുമതലപ്പെട്ട് ഉണ്ടാക്കിയ ദേവസ്വം ബോർഡിന്റെ കീഴിൽ 10,000-കണക്കിന് ഏക്കർ ഭൂമി നഷ്ടപ്പെട്ടു എന്നുള്ള വാർത്തയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഓരോ ക്ഷേത്രങ്ങളും ഇപ്പൊ നിങ്ങൾ വളരെ ശ്രമകരമായ ഒരു പ്രവർത്തനം ഏറ്റെടുത്തിരിക്കുകയാണ് ജനം ടി വി. ഓരോ ക്ഷേത്രങ്ങൾക്കും നഷ്ടപ്പെട്ടതിനെ സംബന്ധിച്ച് ദിവസേന നമ്മൾ ജനം ടി വിയുടെ വാർത്തയിലൂടെ മനസ്സിലാക്കുമ്പോൾ വളരെ പ്രശസ്തമായ ക്ഷേത്രങ്ങൾ എന്ന് പറയപ്പെടുന്ന ക്ഷേത്രങ്ങളുടെയൊക്കെ 100-കണക്കിന് ഏക്കർ ഭൂമി നഷ്ടപ്പെട്ടതിന്റെ വാർത്തകൾ പുറത്തു വരികയാണ്. ഇതിനെ സംബന്ധിച്ച് ഒരുപാട് തവണ ഹിന്ദു സംഘടനകൾ സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സർക്കാരിന് നേരിട്ട് അവകാശ പത്രികയുടെ രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്. ദേവസ്വം ബോർഡുകളെ ഈ കാര്യത്തിൽ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നിരവധി സമര പരിപാടികൾ നടത്തിയിട്ടുണ്ട്. ദേവസ്വം ബോർഡുകൾക്ക്, ഒരു ദേവസ്വം ബോർഡിനും, അത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനല്ല, ഈ 5 ദേവസ്വം ബോർഡുകൾ, ഒരു ദേവസ്വം ബോർഡും അതിന്റെ അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, കേരള സർക്കാർ ഈ ദേവസ്വം ഭൂമി കൈയടക്കിയതിന് തിരിച്ചു പിടിക്കാനോ അല്ലെങ്കിൽ അത് ദേവസ്വത്തിന് കിട്ടാവുന്ന തരത്തിലുള്ള നടപടിക്രമങ്ങളോ സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ദേവസ്വം ഭൂമി റവന്യൂ ഭൂമിയാക്കി മാറ്റുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ സർക്കാർ ഭൂമി ഡിജിറ്റൈസ് ചെയ്യുന്ന ഒരു നടപടിക്രമങ്ങൾ ആരംഭിച്ചപ്പോൾ ദേവസ്വം ഭൂമിയൊക്കെ റവന്യൂ ഭൂമിയായിട്ടാണ് അവരുടെ സൈറ്റിൽ രേഖപ്പെടുത്തുന്നത്. റെക്കോർഡ് ചെയ്യുന്നത് ദേവസ്വം ഭൂമി റവന്യൂ ഭൂമിയായിട്ടാണ്. അപ്പോൾ ഇത്തരം ക്രൂരത ദേവസ്വം ബോർഡുകളോട് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ദേവസ്വം ഭൂമി അനുദിനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അന്യാധീനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കയ്യേറ്റങ്ങളിലൂടെ മാത്രമല്ല, സർക്കാർ തന്നെ ദേവസ്വം ഭൂമി കയ്യേറുന്ന സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇതെല്ലാം നമ്മള് ഇതിനുവേണ്ടി സർക്കാർ ഒരു ചെറു വിരലുകൾ അനക്കുന്നില്ല. ദേവസ്വം ബോർഡിന് ഒരു താല്പര്യമില്ല. എല്ലാവരുടെയും താല്പര്യം രാഷ്ട്രീയ താല്പര്യം മാത്രമാണ്. ക്ഷേത്രങ്ങളെ അകത്തു നിന്ന് തകർക്കുക എന്ന ഒരു പ്രവർത്തനമാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദേവസ്വം ബോർഡിലൂടെ സർക്കാർ അത് സമർത്ഥമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രങ്ങളെ തകർക്കാൻ വേണ്ടിയാണ് ദേവസ്വം ബോർഡുകൾ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ. വളരെ നന്ദി ശ്രീ ആർ വി ബാബു, ഈ ഘട്ടത്തിൽ ജനം ടി വിക്കൊപ്പം ചേർന്നതിന്. അരുൺ കൊടുങ്ങൂരിലേക്ക് വീണ്ടും